പക്ഷേ വസ്തുത ഇതാണ്, യാഥാർത്ഥ്യം ഇതാണ്. ഒരു പുരുഷൻ 8 മണിക്കൂറാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഒരു സ്ത്രീ ജോലി ചെയ്യുന്നത് 16 മണിക്കൂറാണ് എന്നതാണ് യാഥാർത്ഥ്യം. And if a man works 10 hours, a woman works 20 hours. അത് മാത്രമല്ല, ഒരു പുരുഷൻ 10 മണിക്കൂർ ജോലി ചെയ്താൽ സ്ത്രീ ജോലി ചെയ്യുന്നത് 20 മണിക്കൂറുകളാണ്. And the woman protects the future of India. അത് മാത്രമല്ല, ഈ രാജ്യത്തിന്റെ ഭാവി സംരക്ഷിക്കുന്നത് ഈ രാജ്യത്തെ സ്ത്രീകളാണ്. And she looks after our children. അവർ തന്നെയാണ് ഈ കുട്ടികളെ നോക്കുന്നത്. And for protecting the future of India and looking after our children, we have never compensated her. അത് മാത്രമല്ല, ഈ രാജ്യത്തെ സ്ത്രീകളെ, ഈ രാജ്യത്തിന്റെ ഭാവി സംരക്ഷിക്കുന്നതിന് തക്കതായ പ്രതിഫലം, ഈ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കുന്നതിന് ആവശ്യമായ തക്കതായ പ്രതിഫലം ഒരിക്കലും നമ്മുടെ സ്ത്രീകൾക്ക് നമ്മൾ നൽകിയിട്ടില്ല. The government has never said we appreciate the extra 8 hours that you work compared to men. ഒരിക്കലും ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല ഈ രാജ്യത്തിലെ സ്ത്രീകളോട് നിങ്ങൾ അധികം ജോലി ചെയ്യുന്ന 8-10 മണിക്കൂർ നിങ്ങൾ അധികം ജോലി ചെയ്യുന്നതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു, മാനിക്കുന്നു എന്ന് ഒരു ഗവൺമെന്റ് നിങ്ങളോട് പറഞ്ഞിട്ടില്ല. And so the next government is going to be the first government in Indian history to take that step. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുന്ന ഗവൺമെന്റ് ആയിരിക്കും ഈ രാജ്യത്തെ സ്ത്രീകൾക്ക് വേണ്ടി ഇതിനു വേണ്ടി ഒരു തീരുമാനമെടുക്കുന്ന ആദ്യത്തെ ഗവൺമെന്റ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. And we are going to do it using 3 things. 3 കാര്യങ്ങൾ ഉപയോഗിച്ച് 3 മാർഗങ്ങളിലൂടെയാണ് ഞങ്ങൾ അത് ചെയ്യാൻ പോകുന്നത്. The first thing we are going to do is we are going to make a list of every single poor family. ആദ്യം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഈ രാജ്യത്തെ എല്ലാ ദരിദ്ര കുടുംബങ്ങളുടെയും ഒരു പട്ടിക ഉണ്ടാക്കുക എന്നതാണ്. And we are going to choose one woman from each poor family. ഈ ഓരോ ദരിദ്ര കുടുംബത്തിൽ നിന്നും ഞങ്ങൾ ഒരു സ്ത്രീയെ തിരഞ്ഞെടുക്കും. This will be crores and crores and crores of women. ഇതെന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ കോടിക്കണക്കിന് സ്ത്രീകളായിരിക്കും. And we are going to give them directly in their bank account 1 lakh rupees a year, 8,500 rupees a month. ഈ സ്ത്രീകൾക്ക്, ഈ രാജ്യത്തെ തെരഞ്ഞെടുക്കുന്ന ദരിദ്ര കുടുംബങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന സ്ത്രീകൾക്ക് ഓരോ മാസവും 8,500 രൂപ വീതം 1 ലക്ഷം രൂപ ഞങ്ങൾ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കും. We are going to pass a bill that guarantees 50% reservation of jobs in government and public sector for women. അത് മാത്രമല്ല, ഈ രാജ്യത്തെ സ്ത്രീകൾക്ക് ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും 50% സംവരണം ഉറപ്പുവരുത്തുന്ന ഒരു ബിൽ ഞങ്ങൾ കൊണ്ടുവരുമെന്ന് ഉറപ്പു നൽകുന്നു. And we are going to double the salary of Anganwadi and Asha workers. അത് മാത്രമല്ല, ഈ നാട്ടിലെ, ഈ രാജ്യത്തെ അംഗൻവാടി ആശാ പ്രവർത്തകരുടെ വരുമാനം ഇരട്ടിയാക്കും എന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. And please do not think that this is a gift that the government is giving. This is not a gift. നിങ്ങൾ ഒരിക്കലും ഗവൺമെന്റ് നിങ്ങൾക്ക് നൽകാൻ പോകുന്ന ഒരു സമ്മാനമായിട്ട് ഇതിനെ കാണരുത്. ഇതൊരു സമ്മാനമല്ല. This is compensation for the work that our women do 8 hours every day at home. അത് ഈ നാട്ടിലെ നമ്മുടെ സ്ത്രീകൾ ഓരോ ദിവസവും 8 മണിക്കൂർ ജോലി ചെയ്യുന്നതിന് നിങ്ങൾക്ക് തരുന്ന നഷ്ടപരിഹാരമായിട്ട്, പ്രതിഫലമായിട്ട് ഇതിനെ കണ്ടാൽ മതി എന്ന് ഞാൻ പറയുകയാണ്. Now we have millions of youngsters who have no job. അത് മാത്രമല്ല, ഈ രാജ്യത്ത് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുണ്ട്, തൊഴിലില്ലാതെ അലയുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. And we in the Congress party have studied this problem. ഈ പ്രശ്നം കോൺഗ്രസ് പാർട്ടി ഞങ്ങൾ കാര്യമായി പഠിച്ചിട്ടുണ്ട്. We have spent hours and hours and hours understanding why this has happened. എന്തുകൊണ്ടാണ് ഈ രാജ്യത്ത് ഇത് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾ മണിക്കൂറുകൾ ചെലവഴിച്ചിട്ടുണ്ട്, അനേകം മണിക്കൂറുകൾ. The single biggest reason is that small and medium businesses have been destroyed by the Prime Minister. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളൊക്കെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ നടപടികളിലൂടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, നശിക്കപ്പെട്ടിരിക്കുകയാണ്. And if you look at the small and medium businesses, you will find that almost none of them become big businesses. നിങ്ങൾ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെ പരിശോധിച്ചാൽ മനസ്സിലാകും, അവയിൽ ഒന്നുപോലും ഒരു വലിയ വ്യവസായമായി മാറിയിട്ടില്ല എന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. They are born small, they live small, and they die small. ആ ചെറിയ വ്യവസായങ്ങൾ അവർ ചെറുതായിട്ട് ജനിക്കുന്നു, ചെറുതായിട്ട് ജീവിക്കുന്നു, അതുപോലെ തന്നെ ചെറുതായിട്ട് മരിച്ചില്ലാതായി തീരുകയും ചെയ്യുന്നു. And this is because they do not have access to bank money. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ബാങ്കിലെ ലോണുകൾ, ബാങ്കിലെ പൈസ പലപ്പോഴും ഈ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് ലഭ്യമല്ല എന്നുള്ളതാണ്. So we are going to open the doors of India's banks
to small and medium businesses. That's our first step. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ആദ്യ പടി എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ബാങ്കുകളുടെ വാതിലുകൾ നമ്മുടെ നാട്ടിലെ ചെറുകിട ഇടത്തരം വ്യവസായികൾക്കായി തുറന്നു കൊടുക്കുക എന്നതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെയ്യാൻ പോകുന്നത്. And we will give thousands and thousands and thousands of loans to young Indian entrepreneurs. ഇവിടുത്തെ ഇന്ത്യയിലെ യുവജനങ്ങളായ സംരംഭകർക്ക് ഞങ്ങൾ ആയിരക്കണക്കിന് രൂപയുടെ ലോൺ നൽകുന്നതാണ് എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. There are 30 lakh government jobs that Mr. Narendra Modi refuses to give to the people of India. അത് മാത്രമല്ല ഈ രാജ്യത്ത് ഏകദേശം 30 ലക്ഷത്തിലധികം ഗവൺമെന്റ് ജോലികളുണ്ട്. ഈ നരേന്ദ്രമോദി ഈ രാജ്യത്തെ യുവജനങ്ങൾക്ക് നൽകാൻ വിസമ്മതിച്ചിട്ടുള്ള 30 ലക്ഷം ഗവൺമെന്റ് ജോലികൾ ഈ രാജ്യത്തുണ്ട്. We will immediately give those jobs to the people of India. ഞങ്ങൾ ഏറ്റവും ഉടനെ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഏറ്റവും വേഗത്തിൽ ഈ 30 ലക്ഷം ജോലികൾ ഇന്ത്യ മഹാരാജ്യത്തെ യുവജനങ്ങൾക്ക് നൽകുമെന്ന് ഉറപ്പു നൽകുകയാണ്. Millions and millions of workers work in public sector units and government offices, and they work under contract. നമ്മുടെ രാജ്യത്തെ ദശലക്ഷക്കണക്കിന് ആളുകൾ സ്വകാര്യ മേഖലയിലും ഗവൺമെന്റ് മേഖലയിലും ജോലി ചെയ്യുന്നത് കരാർ ജീവനക്കാരായിട്ടാണ്. They can be sacked from one day to another, thrown out without any support. അവരെ ഏത് ദിവസം വേണമെങ്കിലും അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാം. അവർക്ക് പ്രത്യേകിച്ച് യാതൊരു പിന്തുണയും സംരക്ഷണവുമില്ല. We will stop contract labor in PSUs and government offices. All jobs will be permanent jobs in these systems. ഈ സാഹചര്യത്തെ നേരിടുന്നതിന് വേണ്ടി ഞങ്ങൾ ഗവൺമെന്റ് ജോലികളിൽ നിന്നും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും കരാർ നിയമനങ്ങൾ റദ്ദാക്കി അതിന്റെ സ്ഥാനത്ത് സ്ഥിര നിയമനങ്ങൾ കൊണ്ടുവരുമെന്ന് ഉറപ്പു നൽകുന്നു. And now I want to tell you about the revolutionary idea that we have come up with. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള വിപ്ലവാത്മകരമായ ഒരു ആശയത്തെക്കുറിച്ചാണ്. If you speak to children of rich families, they will tell you that before they get a job, they do an apprenticeship. ഇപ്പം നിങ്ങൾ ധാരാളം പൈസയുള്ള വീട്ടിലെ കുട്ടികളോട് സംസാരിക്കുകയാണെങ്കിൽ അവർ പറയും ജോലി കിട്ടുന്നതിന് മുമ്പ് ഞങ്ങൾ അപ്രന്റീസ്ഷിപ്പ് അഥവാ തൊഴിൽ പരിശീലനത്തിന് പോവുകയാണെന്ന്. They work for 6 months, 1 year, they get paid for it and they get training. അവർ 6 മാസത്തേക്ക് ജോലി ചെയ്യും, 1 വർഷത്തേക്ക് ജോലി ചെയ്യും. ഈ കാലയളവിൽ അവർക്ക് ശമ്പളവും കിട്ടും, തുടർന്ന് അവർക്ക് തൊഴിലും ലഭിക്കും, അതുപോലെ പരിശീലനവും ലഭിക്കും. This is how business families introduce their children to the job market. ഇങ്ങനെയാണ് വലിയ വ്യവസായ കുടുംബങ്ങൾ അവരുടെ കുട്ടികളെ ഒരു തൊഴിൽ വിപണിയിലേക്ക് അവരെ പരിചയപ്പെടുത്തുന്നത് ഈ അപ്രന്റീസ്ഷിപ്പ് അഥവാ തൊഴിൽ പരിശീലനത്തിലൂടെയാണ്. They have a soft landing into the job market. അവർ ശരിക്കും പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തൊഴിൽ വിപണിയിലേക്ക് അവർക്ക് സോഫ്റ്റ് ലാൻഡ് ചെയ്ത് എളുപ്പത്തിൽ ചെന്നെത്താൻ പറ്റും. Everybody else has to beg for a job. ആ സാഹചര്യത്തിൽ മറ്റുള്ളവർക്ക് ഈ ധനകരകരുടെ വീട്ടിലല്ലാത്ത കുട്ടികൾക്ക് ശരിക്കും ഒരു ജോലിക്ക് വേണ്ടി യാചിക്കേണ്ട അവസ്ഥയാണ്. So we are going to pass a law that gives the right of apprenticeship to every single Indian graduate. അതുകൊണ്ട് ഈ രാജ്യത്തെ ഓരോ ബിരുദധാരിക്കും തൊഴിൽ പരിശീലനത്തിലുള്ള അവകാശം നിയമമാക്കുന്ന ഒരു നിയമം ഞങ്ങൾ ഈ രാജ്യത്ത് കൊണ്ടുവരാൻ പോവുകയാണ്. It means in Hindi, pehli naukri pakki. പെഹലി നൗക്കരി പക്കി, അതായത് ഈ രാജ്യത്തെ യുവജനങ്ങൾക്ക് ചെറുപ്പക്കാർക്ക് ആദ്യത്തെ തൊഴിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉറപ്പ് നൽകാൻ പോവുകയാണ്. All the graduates who request it will be given a 1-year apprenticeship, will be given training and will get 1 lakh rupees in their bank account, 8,500 rupees every single month for the year. ഈ രാജ്യത്തെ അപേക്ഷിക്കുന്ന എല്ലാ ബിരുദധാരികൾക്കും അവർക്ക് പരിശീലനം ലഭിക്കും, അവർക്ക് തൊഴിൽ പരിശീലനം ലഭിക്കും. അതുപോലെ തന്നെ ഓരോ മാസവും 8,500 രൂപയോടുകൂടി 1 ലക്ഷം രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭിക്കും എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ് ഈ നിയമത്തിലൂടെ. And if they do well, then that will become a permanent job. അത് മാത്രമല്ല ഇവർ ഈ തൊഴിൽ പരിശീലനകാരം നന്നായി പൂർത്തിയാക്കിയാൽ അതിനെ തുടർന്ന് അവർക്കൊരു നല്ല ജോലി ലഭിക്കുകയും ചെയ്യും. And the result is that companies in India will get a huge trained manpower to build our country. അത് മാത്രമല്ല അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ കമ്പനികൾക്ക് പരിശീലനം സിദ്ധിച്ച തൊഴിലാളികളെ ലഭിക്കും എന്നതുകൂടിയാണ് ഈ പദ്ധതിയിലൂടെ സാധ്യമാകുന്നത്. For the farmers of our country, we are guaranteeing them a minimum support price.
അതുമാത്രമല്ല ഈ രാജ്യത്തെ ഇന്ത്യയിലെ ഓരോ കർഷകർക്കും ഞങ്ങൾ ഒരു മിനിമം താങ്ങുവില കൂടി ഉറപ്പ് നൽകുകയാണ്. And will not allow price to be used as a weapon against them. അതുമാത്രമല്ല ഉൽപ്പന്നങ്ങളുടെ വില എന്ന് പറയുന്നത് കർഷകർക്കെതിരെ ഒരു ആയുധമായി ഉപയോഗിക്കാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കുകയുമില്ല. Now I'd like to conclude with one thing I have noticed. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ സംസാരം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. I fight the BJP and the RSS. ഞാൻ BJPയെ RSSനെതിരെയും BJPക്കെതിരെയും RSSനെതിരെയും പോരാടിക്കൊണ്ടിരിക്കുകയാണ്. No matter what they do, I fight them every day. അവരെന്നെ എന്ത് ചെയ്താലും അവരെന്തൊക്കെ ചെയ്താലും BJPയെയും RSSനെയും ഞാൻ ഓരോ ദിവസവും അവർക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. I have an ideological difference with them. I get up in the morning and I think to myself, okay, how am I going to disturb them today? എനിക്ക് അവരോട് ആശയപരമായ വ്യത്യാസമുണ്ട്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഞാൻ ആലോചിക്കുകയാണ് ഇന്ന് ഞാൻ അവരെ എങ്ങനെയാണ് അസ്വസ്ഥപ്പെടുത്താൻ പോകുന്നതെന്ന് എല്ലാ ദിവസവും ഞാൻ ആലോചിക്കും. And when I walk in Parliament House, all the BJP MPs look at me and say, this man disturbs us 24 hours. അതുമാത്രമല്ല ഞാൻ പാർലമെന്റിലേക്ക് നടന്നു പോകുമ്പോൾ അവിടെയുള്ള BJP MPമാരെല്ലാം എന്നെ നോക്കിയിട്ട് പറയും ഈ മനുഷ്യൻ 24 മണിക്കൂറും ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അവരെന്നെ നോക്കി പറയും. But there is a cost to this. പക്ഷേ ഇതിനൊരു വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. എനിക്കൊരു വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. Their media channels abuse me 24 hours. BJP RSSന്റെ മാധ്യമങ്ങളും ചാനലുകളും എന്നെ 24 മണിക്കൂറും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. My image is distorted across the country. ഈ രാജ്യം മുഴുവൻ എൻ്റെ പ്രതിച്ഛായ ഞാൻ എന്താണെന്നുള്ളത് അവർ രാജ്യം മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. My Lok Sabha membership was taken away. എൻ്റെ ലോക്സഭാ അംഗത്വം അവരെടുത്തുകൊണ്ടുപോയി. I gave a speech about Mr. Adani and within a few days I was thrown out of the Lok Sabha. ഞാൻ അദാനിക്കെതിരെ പാർലമെന്റിൽ ഒരു പ്രസംഗം നടത്തി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവരെന്നെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കി. 55 hours, 12 hours a day being interrogated by ED. എന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 55 മണിക്കൂറുകൾ ഓരോ ദിവസവും 12 മണിക്കൂർ വീതമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നെ ചോദ്യം ചെയ്തത്. I gave them the keys of my government house. അവർക്ക് ഞാൻ താമസിച്ചിരുന്ന ഔദ്യോഗിക വസതിയുടെ താക്കോല് ഞാൻ അവർക്ക് They threw me out of the house. അവര് എന്നെ ആ വീട്ടിൽ നിന്നും പുറത്താക്കി. And I was feeling very happy. ആ സമയത്ത് പക്ഷേ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. I don't want that dirty house. എനിക്ക് അങ്ങനത്തെ കൊള്ളരുതാത്ത ഒരു വീട് എനിക്ക് വേണ്ട. And I told them also that look, I have millions of houses in India. My house is in the hearts of the people of Kerala, people of Uttar Pradesh, the people of Assam. ഞാൻ അവരോട് അത് മാത്രമല്ല അതുകൂടി പറഞ്ഞു, എനിക്ക് ഈ രാജ്യത്ത് ലക്ഷക്കണക്കിന് വീടുകളുണ്ട്. ഈ രാജ്യത്തെ ജനങ്ങളുടെ തമിഴ്നാട്ടിലുള്ള, കേരളത്തിലുള്ള, ഉത്തർപ്രദേശിലുള്ള, ആസാമിലുള്ള ജനലക്ഷങ്ങളുടെ മനസ്സിൽ എനിക്കൊരു വീടുണ്ട്, എനിക്ക് വീടുകളുണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞു. I walked 4,000 kilometers Kanyakumari through Kerala to Kashmir. കന്യാകുമാരിയിലും കേരളത്തിലും കൂടെ കാശ്മീരിലേക്ക് ഞാൻ 4000 കിലോമീറ്റർ നടന്നു. One of my knees is still hurting me. ഇപ്പോഴും എൻ്റെ ഒരു മുട്ട് വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. Now, why is none of this happening to the Chief Minister of Kerala? എൻ്റെ ഒരു സംശയം, ഇത്രയും കാര്യങ്ങൾ BJP എതിർക്കുമ്പോൾ എനിക്ക് സംഭവിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. പക്ഷേ എൻ്റെ ഒരു സംശയം, എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ഇതൊന്നും ഇവിടെ സംഭവിക്കാത്തത്? Why is his membership not being taken away? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അംഗത്വം, നിയമസഭാ അംഗത്വം എടുത്തുകൊണ്ട് പോകാത്തത്? Why is his house not being taken away? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി ആരും കൊണ്ടുപോകാത്തത്? Why is he not being interrogated by the ED, CBI and all these? എന്തുകൊണ്ടാണ് ED, CBI ഒന്നും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാത്തത്? 2 chief ministers are in jail. ഈ രാജ്യത്തെ 2 മുഖ്യമന്ത്രിമാർ ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. How come none of this is happening to the Chief Minister of Kerala? പക്ഷേ എന്തുകൊണ്ടാണ് ഇത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ മാത്രം സംഭവിക്കാത്തത്? And the second question, I am 24/7 attacking the BJP. രണ്ടാമത്തെ ചോദ്യം, 24 മണിക്കൂർ 24/7, അതായത് രാവും പകലും ഞാൻ BJP ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. And the Chief Minister of Kerala is 24/7 attacking me. അതപ്പോഴെന്താ സംഭവിക്കുന്നത്? ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി 24/7 രാവും പകലും എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. So this is a bit puzzling.
Puzzle. It's a bit surprising. ഇതൊരു ഭയങ്കര എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പദപ്രശ്നം പോലെയാണ്, ഒരു പസിലാണ്. He says he's fighting ideological battle against the BJP. അദ്ദേഹം പറയാണ് ഞാൻ ബിജെപിക്കെതിരെ ഒരു ആശയപരമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. But I know the BJP because when you fight ideological battle against the BJP, they attack you with everything they have. എനിക്കറിയാം ബിജെപിക്കെതിരെ ആശയപരമായ ഒരു പോരാട്ടം നടത്തുമ്പോൾ നിങ്ങൾക്കെതിരെ അവർ സാധ്യമായത് എന്തും എല്ലാ രീതിയിലും നിങ്ങളെ ആക്രമിക്കും. But there's no attack on the Chief Minister of Kerala. അതിങ്ങനെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ സംഭവിക്കുന്നില്ല. It is not that there are no issues. There are corruption issues. ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നത്, ഇവിടെ അഴിമതിയുടെ പ്രശ്നങ്ങളുണ്ട് കേരളത്തിൽ. So this is something the people of Kerala should think about. ഇത് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. If someone is attacking the BJP will attack him 24/7, will disturb him 24/7, will have ED, CBI, everything behind him 24/7. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ആരെങ്കിലും ബിജെപിയെ യഥാർത്ഥമായി സത്യസന്ധമായി ആക്രമിച്ചാൽ ബിജെപി അവരുടെ പുറകെ ആയിരിക്കും 24 മണിക്കൂറും. ഇഡിയും CBIയും മറ്റെല്ലാം ഉപയോഗിച്ച് സാധ്യമായ എല്ലാ വിധത്തിലും ബിജെപി അവരെ തിരിച്ചാക്രമിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. It was a pleasure for me to come here and speak to you. ഇവിടെ വന്ന് നിങ്ങളെ കാണാനും നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയത് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. I cannot tell you, as a member of Parliament from Kerala, I cannot tell you what all you have taught me. കേരളത്തിലെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, ഒരു പാർലമെന്റ് എന്ന അംഗം എന്ന നിലയിൽ സംസാരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയില്ല എത്ര മാത്രമാണ് ഈ കേരളത്തിലെ ജനങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ളതെന്ന്. The genius of the people of Kerala. കേരളത്തിലെ ജനങ്ങളുടെ പ്രതിഭ എന്ന് പറയുന്നത് Ability to live with each other peacefully, harmoniously, affectionately. പരസ്പരം സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടുകൂടി പരസ്പരം സൗഹാർദ്ദപരമായി ജീവിക്കുക എന്ന് പറയുന്നത് കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രതിഭയാണ്, മികവാണ്. And making us proud. Every part of the world where you find people from Kerala, making us proud every day. അത് മാത്രമല്ല ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും കേരളവും കേരളത്തിലെ ജനങ്ങളും നമ്മളെ അഭിമാനമുള്ളവരാക്കി നമുക്ക് അഭിമാനം തോന്നുന്ന രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. And never losing their dignity. ഒരിക്കലും ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ മലയാളി ഒരിക്കലും ഇതൊക്കെ ചെയ്യുന്നത് മലയാളിയുടെ അന്തസ്സ് കളയാതെയാണ് ഈ ലോകം മുഴുവൻ മലയാളി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. In Wayanad I saw, after the flood, families that have lost their entire house, family members, still they are maintaining every inch of dignity. നിങ്ങൾക്കറിയാം വയനാട്ടിലൊരു വലിയ വെള്ളപ്പൊക്കത്തിന് ശേഷം അവിടെ ഞാൻ ആളുകളെ കണ്ടു, അവരുടെ കുടുംബം അവരെല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ളത് അവർ സ്നേഹത്തോടു കൂടിയും സൗഹാർദ്ദത്തോടും കൂടി ജീവിക്കുന്ന അവസ്ഥ. They've got nothing left, but they still have their dignity. അവിടെ അവരുടെ കയ്യിൽ ഒന്നുമില്ല, വസ്തുവകളില്ല, വീടില്ല, പക്ഷേ അവർക്ക് അവരുടെ അന്തസ്സും അഭിമാനവും ആ വയനാട്ടിലെ മനുഷ്യർക്കുണ്ട്. അങ്ങനെയാണ് അവർ ജീവിക്കുന്നത്. The people of Kerala should really be proud of what you have built. വയനാട്ടിലെ ജനങ്ങൾ ശരിക്കും അവർക്ക് അഭിമാനം ഉണ്ടാകണം, അവരെങ്ങനെ ജീവിക്കുന്നു, അവരെന്തിലൂടെ കടന്നു വന്നു എന്നതിനെ കുറിച്ച് ഓർത്ത്. And in many fields you are a guide to our country. And in many fields you are a guide to India. അത് മാത്രമല്ല പല മേഖലകളിൽ നിങ്ങൾ എന്ന് പറയുന്നത്, മലയാളികൾ എന്ന് പറയുന്നത് ഈ രാജ്യത്തിന് മുഴുവൻ വഴി കാട്ടുന്നവരാണ്. Thank you. നന്ദി. Thank you. बड़ी से बड़ी खबर, क्राइम से लेकर राजनीति तक किस नेता ने 5 साल में क्या काम कराया। मिलेगी सबसे पहले हर खबर चेंजिंग फ्यूचर न्यूज पर, जो बदलेगा आपका